ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ സ്ലീഹായെയാണ്. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്ന യോഹന്നാൻ സ്ലീഹ സുവിശേഷവും 3 ലേഖനങ്ങളും വെളിപാട് പുസ്തകവും എഴുതിയത് യോഹന്നാൻ സ്ലീഹായാണ്. യോഹന്നാൻ സ്ലീഹായുടെ സഹോദരനായ യാക്കോബ് സ്ലീഹായും ഈശോയുടെ ശിഷ്യനായിരുന്നു. ഇവരുടെ ജന്മദേശം ബെത്സദ ആയിരുന്നു. അവരുടെ മാതാപിതാക്കൾ സെബദി സലോമിൻ ആയിരുന്നു. ഇവരുടെ കുടുംബത്തൊഴിൽ മീൻപിടുത്തമായിരുന്നു. ഗലീലിയ തടാകത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവർ ഉടനെ പിതാവിനെയും വഞ്ചിയെയും വലയെയും ജോലിയും ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചു. ഈശോയുടെ പരസ്യ ജീവിതത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങൾക്കും യോഹന്നാൻ സ്ലീഹ സാക്ഷ്യം വഹിച്ചു. തീക്ഷ്ണതയും ചുറുചുറുക്കമുള്ള ഇവരെ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഈശോയുടെ രൂപാന്തരീകരണ വേളയിലും ജായിറോസിനെ പുത്തിയുറപ്പിച്ചപ്പോഴും ഈശോ ഗെത്സെമനി തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും യോഹന്നാൻ സ്ലീഹ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈശോ കുരിശിൽ മരിക്കുമ്പോൾ കുരിശിന് ചുട്ടിൽ നിന്നിരുന്ന യോഹന്നാൻ സ്ലീഹയെയാണ് തന്റെ അമ്മയെ ഭരമേൽപ്പിച്ചത്. ജെറുസലേമിലും എഫെസോസിലും അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് അദ്ദേഹത്തെ തിളച്ച എണ്ണയിലിട്ടെങ്കിലും അദ്ദേഹത്തിന് പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു. AD 95 നൂറ്റാണ്ടിൽ അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. ക്രൂര മൃഗങ്ങൾ താമസിച്ചിരുന്ന ആ ദ്വീപിൽ അദ്ദേഹത്തെ ഒരു മൃഗം പോലും ആക്രമിച്ചില്ല. AD 98 അദ്ദേഹം മരണപ്പെട്ടു. ശിഷ്യന്മാരിൽ ഏറ്റവും ഒടുവിൽ മരണപ്പെട്ടത് അദ്ദേഹമാണ്. വാർദ്ധക്യത്തിൽ തന്റെ ഉപദേശം തേടി അടുത്തു വരുന്നവരോട് ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്: കുഞ്ഞുമക്കളെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രതീകം കഴുകനാണ്. ഈശോയുടെ പ്രബോധനങ്ങളെ ഉന്നതമായ ആധ്യാത്മിക ധ്യാനത്തോടെയാണ് അദ്ദേഹം തന്റെ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്നേഹത്തിന്റെ സുവിശേഷകനാണ് അദ്ദേഹം. ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല. താൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്നാൽ സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് യോഹന്നാൻ സ്ലീഹയുടെ വിശ്വാസവും സ്നേഹവും കരുണയും സ്വന്തമാക്കാൻ ശ്രമിക്കാം. ഡിസംബർ 27 തിരുസഭ വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ക്രൈസ്റ്റ്.